നമസ്കാരം. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാനിൽ നിന്നുള്ള 110 ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സംഘം ഇന്നലെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. ഇവരിൽ 90 പേർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും. തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ആദ്യ സംഘത്തിൽ മലയാളികളില്ലെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. വിമാനം 3 മണിക്കൂർ വൈകിയാണ് എത്തിയതെന്നുമാണ് വിവരം. ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പേരിട്ടിരിക്കുന്നത്. ടെഹ്റാനിൽ നിന്നും 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന. സർക്കാരിന് നന്ദി പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എത്തിയത്. ഇന്ത്യൻ പതാക ഏന്തിയാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പുറത്തേക്ക് വന്നത്. ഇറാനിൽ 13,000-ലധികം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും മെഡിക്കൽ ബിരുദം നേടുന്നവരാണ്. ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്ക് സൗകര്യമൊരുക്കിയതിന് ഇറാൻ, അർമേനിയ സർക്കാരുകൾക്ക് ഇന്ത്യൻ സർക്കാർ നന്ദി അറിയിച്ചു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ അടിയന്തര ഹെൽപ്പ് ലൈൻ വഴി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായും അടുത്ത ബന്ധം പുലർത്തണമെന്നും വിവരങ്ങൾക്കും പിന്തുണയ്ക്കുമായി ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥാപിച്ച 24/7 കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ ഇറാനിൽ തുടരുന്ന ഇന്ത്യക്കാർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. അർമേനിയയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയ ഇന്ത്യക്കാരുടെ ചിത്രവും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർമേനിയൻ വിദേശകാര്യ മന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു. ഒഴിപ്പിക്കലിന് തുർക്ക്മെനിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിരുന്നു. അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് 25,000-ഓളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇസ്രായേൽ വിടാൻ താൽപ്പര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ അറിയിച്ചിരുന്നു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും എംബസിയുടെ സൗകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്കാർ തിരിച്ചെത്തുന്നത്. വ്യോമമേഖല അടച്ചിരിക്കുന്നതിനാൽ ടെഹ്റാനിൽ നിന്ന് 148 കിലോമീറ്റർ അകലെ കോം നഗരത്തിലെത്തിച്ചാണ് ഇന്ത്യക്കാരെ അതിർത്തി കടത്തിയത്. ഇറാനിലുള്ള ഇന്ത്യക്കാരിൽ 1,500-ഓളം പേർ വിദ്യാർത്ഥികളാണ്. ഭൂരിഭാഗവും കശ്മീരിൽ നിന്നുള്ളവരാണ്. കഴിയുമെങ്കിൽ സ്വന്തം നിലയ്ക്ക് ടെഹ്റാൻ വിടാനും എംബസി നിർദ്ദേശം നൽകിയിരുന്നു. UAE വഴി മടക്കിക്കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാന്റെ അയൽ രാജ്യങ്ങളിലൊന്നാണ് അർമേനിയ. അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇറാന്റെ മറ്റ് അയൽ രാജ്യങ്ങളായ തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സൗഹൃദപരമായ ബന്ധമില്ല. അതേസമയം സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇരു രാജ്യങ്ങളിലും വലിയ നാശമാണ് ഉണ്ടാകുന്നതും. വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ ഇതുവരെ 585 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതേസമയം സംഘർഷത്തിൽ ഇസ്രായേലിൽ 26 പേർ കൊല്ലപ്പെട്ടതായും 1,300-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുമാണ് ഇസ്രായേൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട്. വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് മുതൽ ഇറാൻ 400-ലധികം മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. ടെൽ അവീവ് ലക്ഷ്യമാക്കിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കിയും വിക്ഷേപിച്ച ഇവയിൽ പലതും ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് 40 സ്ഥലങ്ങളിൽ പതിച്ചു. ഇറാൻ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് 3,800-ലധികം ആളുകളെ ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു.